ഇത് ഈ മന്ത്രിസഭയുടെ സവിശേഷതകളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. വകുപ്പുകളിലൊക്കെ പിന്നീട് തീരുമാനമുണ്ടാകും എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ചരിത്രത്തിൽ ആദ്യമായാണ് SC ST വിഭാഗങ്ങളിൽ നിന്ന് 2 പേർ മന്ത്രിമാരാകുന്നത് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. 2 വനിതകൾ UDF മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് എത്രയോ നാളുകൾക്ക് ശേഷമാണ് എന്ന കാര്യം സൂചിപ്പിക്കുന്നു. മാത്രവുമല്ല ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു വനിത വരുന്നു, ആ കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ കുറ്റം പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മന്ത്രിസഭയാണ് തന്റെ നേതൃത്വത്തിൽ അധികാരമേൽക്കാൻ പോകുന്നത് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഒപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നു. ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെക്കലാണോ നടന്നത് എന്ന ഒരു ചോദ്യം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെ പൂർണ്ണമായും നിശിതമായും അദ്ദേഹം തള്ളിക്കളയുകയാണ്. ഏത് ഗ്രൂപ്പ് എന്നതാണ് അദ്ദേഹം ചോദിച്ചത്. തങ്ങൾ കൂട്ടായിരുന്ന് തീരുമാനം എടുത്തു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ മന്ത്രിസഭയുടെ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനം കൂടുതലായി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒഴിവാക്കപ്പെട്ട നിരവധി പേരുണ്ട്. അതിൽ ദുഃഖം രേഖപ്പെടുത്തുന്നവരുണ്ട്. ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഉൾപ്പെട്ടതിനേക്കാൾ അർഹരായ ഒരുപാട് പേരെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നിയുക്ത മുഖ്യമന്ത്രി കൂടി അംഗീകരിക്കുകയാണ്. അങ്ങനെ ഒഴിവാക്കപ്പെട്ടവർ അത് അവരുടെ കഴിവുകേടൊന്നുമല്ല, പക്ഷേ ഇത്ര മാത്രമേ സാധ്യമാകൂ എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് പോയത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ജനാഭിലാഷം യാഥാർത്ഥ്യമാക്കാനാണ് ഞങ്ങൾ BDയുടെ ടീം ഇറങ്ങുന്നത്, തന്റെ ടീം ഇറങ്ങുന്നത് എന്നതാണ് നിയുക്ത മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടണം എന്ന ഒരു ഉപദേശം അദ്ദേഹം മാധ്യമങ്ങൾക്കും നൽകുന്നു. വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ തിരുത്തുണ്ടാകും, വിമർശനത്തിന് ആരും അതീതരല്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഭരണപരിഷ്കാര കമ്മീഷൻ സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ എന്താണ് എന്നത് പിന്നീട് പറയാമെന്ന് പറയുന്നു. ഈ മന്ത്രിമാർ, ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന മന്ത്രിമാർ, അവരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനവും അത് പിന്നീട് അറിയിക്കും എന്നതാണ് VD സതീശൻ പറയുന്നത്. അതാണ് അതിന്റെ പ്രോട്ടോകോൾ എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഗവർണറെ അറിയിക്കും, അതിനുശേഷം അതൊരു കുറിപ്പായി പുറത്തു വരും എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാരായ പലരെക്കാളും അർഹതയുള്ള ആളുകൾ പുറത്തുണ്ട്. സാമൂഹിക പ്രാദേശിക സന്തുലനം അത് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമേ സാധ്യമാകൂ. ആ സാഹചര്യത്തിലാണ് ചിലരെ ഒഴിവാക്കേണ്ടി വന്നത് എന്നതാണ് VD സതീശൻ പറയുന്നത്. വകുപ്പുകൾ സംബന്ധിച്ചുള്ള തീരുമാനമായിട്ടുണ്ട്. ചെറിയ തിരുത്തലുകൾ അതിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വകുപ്പുകളുടെ നിർദ്ദേശം നാളെ ഗവർണർക്ക് സമർപ്പിക്കും എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം നാളെ സത്യപ്രതിജ്ഞ നടക്കും. 10 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കും. അതിൽ 4 മുഖ്യമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ 4 മുഖ്യമന്ത്രിമാർ പങ്കെടുക്കും. DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി കർണാടകയിൽ നിന്നെത്തും എന്ന കാര്യം സൂചിപ്പിക്കുന്നു. ഒപ്പം വിജയ്, എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ് തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് എത്തുമോ എന്നത്. വിജയ് നാളെ വരില്ല എന്നത് VD സതീശൻ ഇപ്പോൾ അറിയിക്കുകയാണ്. അദ്ദേഹം മറ്റൊരു ദിവസം വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് നിയുക്ത മുഖ്യമന്ത്രി ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ VD സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എല്ലാ മന്ത്രിമാർക്കും അഭിനന്ദനങ്ങൾ എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. വകുപ്പുകൾ ഒക്കെ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് പറയുന്നു. ഒരു തർക്കവുമില്ലാതെ ഈ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നത് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നു. ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് മെച്ചപ്പെട്ട ഭരണമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. താൻ ഹാപ്പിയാണോ എന്നതല്ല പ്രശ്നം എന്നത് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നു. മെച്ചപ്പെട്ട ഭരണം വേണമെന്നുള്ളതാണ്. വ്യക്തിപരമായ നഷ്ടങ്ങളും അനിഷ്ടങ്ങളും അല്ല പ്രശ്നമെന്ന് അദ്ദേഹം പറയുന്നു. പാർട്ടിയാണ് തനിക്ക് വലുത്. തന്റെ നഷ്ടങ്ങൾ വിലയിരുത്തേണ്ട സമയമല്ല ഇത് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ചർച്ചകൾക്ക് എന്നെ വിളിച്ചതാണ്, ചില കാരണങ്ങൾ കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി. VD സതീശന് എല്ലാ പിന്തുണയും ഉണ്ട് എന്ന് പറയുന്നു രമേശ് ചെന്നിത്തല. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ മന്ത്രിമാർ ആരൊക്കെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ UDFനെ സംബന്ധിച്ച് ആയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പോസിറ്റീവായി തന്നെ അതിനെ കാണണം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ VD സതീശൻ നിയുക്ത മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം വളരെ പോസിറ്റീവായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു. ഈ 21 അംഗ മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾ 14 പേർ പുതുമുഖങ്ങളാണ്. VD സതീശൻ, സണ്ണി ജോസഫ്, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M ലിജു, റോജി M ജോൺ, T സിദ്ദീഖ്, OJ ജനീഷ്, KA തുളസി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, അബ്ദുൽ ഗഫൂർ, CP ജോൺ എന്നിവർ പുതുമുഖങ്ങളാണ്. എന്നാൽ ഏറെ പരിചയസമ്പന്നരുമാണ് ഇവർ. നിയമസഭാ പ്രവർത്തനങ്ങളിലൊക്കെ വർഷങ്ങളുടെ പരിചയം ഉള്ളവർ തന്നെയാണ്, സീനിയറാണ്. പക്ഷേ മന്ത്രിസഭയിൽ ആദ്യമായി ഉൾപ്പെടുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ
സാമുദായിക പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെയുള്ള ചോദ്യം വി.ഡി. സതീശനോടായി വന്നു. അദ്ദേഹം ഈ സാമൂഹിക ഒപ്പം തന്നെ റീജിയണൽ പ്രാതിനിധ്യം അതാണ് ഈ തീരുമാനത്തിലുണ്ടായിട്ടുള്ളത് എന്നതാണ് സൂചിപ്പിച്ചത്. അതിന് അപ്പുറമുള്ള മറ്റൊരു തരത്തിലുള്ള സ്വാധീനവും ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ വി.ഡി. സതീശന്റെ ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ഇവരാണ്: രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, സണ്ണി ജോസഫ്, എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, എം. ലിജു, റോജി എം. ജോൺ, ടി. സിദ്ദീഖ്, ഒ.ജെ. ജനീഷ്, കെ.എ. തുളസി. ലീഗിന്റെ മന്ത്രിമാർ 5 പേർ: പി.കെ. കുഞ്ഞാലിക്കുട്ടി, പി.കെ. ബഷീർ, എൻ. ഷംസുദ്ദീൻ, കെ.എം. ഷാജി, അബ്ദുൾ ഗഫൂർ. ഇതിൽ 2.5 വർഷത്തിന് ശേഷം പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകും. കോഴിക്കോടിന്റെ പ്രതിനിധിയായി പാറക്കൽ അബ്ദുള്ള, കുറ്റ്യാടിയിൽ നിന്ന് MLA പാറക്കൽ അബ്ദുള്ള എത്തും. പക്ഷേ ആരാകും അപ്പോൾ സ്ഥാനമൊഴിയുന്നത് എന്ന കാര്യം ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അത് ആ സമയത്ത് തീരുമാനിക്കുമെന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഘടകകക്ഷികളിൽ നിന്ന് CP ജോൺ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് എന്നിവർ മന്ത്രിമാരാകും. അനൂപ് ജേക്കബിൻ്റേത് ടേം വ്യവസ്ഥയാണ്. ആദ്യ ടേമിൽ അനൂപ് ജേക്കബ് മന്ത്രിയാകും. അതിനുശേഷം മാണി സി കാപ്പൻ എന്നതാണ് തീരുമാനം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാകും സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ എന്നതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള തീരുമാനം. എന്തായാലും 21 അംഗ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. എല്ലാ ഒരുക്കങ്ങളും സത്യപ്രതിജ്ഞയ്ക്കായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വി അരുൺ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, 21 അംഗ മന്ത്രിസഭ ഏതാണ്ട് 6 പതിറ്റാണ്ടിന് ശേഷം ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതാണ് നിയുക്ത മുഖ്യമന്ത്രി ഏറ്റവും ഹൈലൈറ്റായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യം. വളരെ വേഗത്തിൽ ആ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. UDF-നെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 10 ദിവസത്തെ കാത്തിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അതുണ്ടായില്ല എന്നത് ഒരു പ്ലസ് പോയിന്റായി ചൂണ്ടിക്കാട്ടുന്നുണ്ടോ നിയുക്ത മുഖ്യമന്ത്രി? തീർച്ചയായിട്ടും അതിനുള്ള സമയമുണ്ടായിരുന്നില്ല എന്നാണ് വസ്തുത. പക്ഷേ അപ്പോഴും വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ 60 വർഷങ്ങൾക്ക് ശേഷം, 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു സമ്പൂർണ്ണ കോൺഗ്രസ് UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നുള്ളത് വളരെ അത്ഭുതകരമായ തന്നെയാണ്. വിസ്മയങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്തുള്ള വിസ്മയങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഒരു വിസ്മയമായി ഈ ഒരു തീരുമാനത്തെയും കാണാം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ആ വിസ്മയമൊന്നും ഉണ്ടായില്ല. പതിവ് കോൺഗ്രസ് ശൈലിയിൽ തന്നെ അത് മുന്നോട്ട് പോയി. പക്ഷേ മന്ത്രിമാരെ തീരുമാനിക്കാൻ വളരെ വേഗത്തിൽ കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസിനെ അഭിമാനിക്കാം. വി.ഡി. സതീശന് പ്രത്യേകിച്ച് അഭിമാനിക്കാം. ഏതായാലും പ്രധാനപ്പെട്ട കാര്യം പുതുമുഖങ്ങളുടെ വലിയൊരു നിര ഇതിലുണ്ട് എന്നുള്ളതാണ്. പുതുമുഖങ്ങൾ വലിയൊരു എണ്ണം പുതുമുഖങ്ങൾ ഈ മന്ത്രിസഭയിൽ ഉണ്ട്. മുഖ്യമന്ത്രി തന്നെ പുതുമുഖമാണ്. മുഖ്യമന്ത്രി തന്നെ ആദ്യമായി മന്ത്രിസഭയിലേക്ക് എത്തുന്ന ആളാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. വി.ഡി. സതീശന് പുറമെ സണ്ണി ജോസഫ് പുതുമുഖമാണ്. KPC അധ്യക്ഷനാണ്. അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായ MLA ആണ്. പക്ഷേ അദ്ദേഹം ആദ്യമായി മന്ത്രിസഭയിലെത്തുന്നു. PC വിഷ്ണുനാഥ് ആദ്യമായി മന്ത്രിസഭയിലെത്തുന്നു. ബിന്ദു കൃഷ്ണ പുതുമുഖമാണ്. എം. ലിജു നവാഗതനാണ്. റോജി എം. ജോൺ പുതുമുഖ MLA ആണ്. ടി. സിദ്ദീഖ് ആദ്യമായി മന്ത്രിയാകുന്നു. ഒ.ജെ. ജനീഷ് ആദ്യമായി MLA-യും മന്ത്രിയുമാകുന്നു. കെ.എ. തുളസി ആദ്യമായി MLA-യും മന്ത്രിയുമാകുന്നു. പി.കെ. ബഷീർ പലതവണ MLA ആയി പക്ഷേ ആദ്യമായി മന്ത്രിയാകുന്നു. എൻ. ഷംസുദ്ദീൻ 4ാം തവണ MLA ആകുന്നു, ആദ്യമായി മന്ത്രിയാകുന്നു. കെ.എം. ഷാജി, അബ്ദുൾ ഗഫൂർ, CP ജോൺ തുടങ്ങി പുതുമുഖങ്ങളുടെ ഒരു നിര. നേരത്തെയൊക്കെ ഈഴവ പ്രാതിനിധ്യം 2ആയിരുന്നു കോൺഗ്രസ് മന്ത്രിസഭകളിൽ, അത് 3ആയി ഉയരുന്നു. അത് തന്നെ അദ്ദേഹം എടുത്തുകാട്ടി പറയുകയും ചെയ്യുന്നുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും. അദ്ദേഹം മുൻ മന്ത്രിയാണ്, മുതിർന്ന നേതാവാണ്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ, അരൂർ MLA, അവർ ഡെപ്യൂട്ടി സ്പീക്കറായി മത്സരിക്കും. അങ്ങനെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തുന്നു. സാമുദായിക സന്തുലനം, പ്രാദേശിക പ്രാതിനിധ്യം ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പട്ടികയ്ക്ക് മന്ത്രിസഭാ രൂപീകരണം നടത്തിയതെന്ന് അദ്ദേഹം പറയുന്നു. മന്ത്രിസഭയിലുള്ളവരെക്കാൾ അർഹരായ നിരവധി പേർ മന്ത്രിസഭയ്ക്ക് പുറത്ത് MLA-മാരായി ഉണ്ട്. ചാണ്ടി ഉമ്മൻ, VT ബൽറാം എന്നിവരെ എന്തുകൊണ്ട് തഴഞ്ഞു എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി അതാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് മാറി നിൽക്കേണ്ടി വന്നു. UDF മന്ത്രിസഭയിലെ മറ്റ് ഘടകകക്ഷി മന്ത്രിമാരുടെ കാര്യം നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവിടെ ഒരു ടേം വ്യവസ്ഥ ലീഗിലുണ്ടാകും. 5 മന്ത്രിമാരിൽ ഒരാൾ ടേം വ്യവസ്ഥ പാലിച്ച് 2.5 വർഷം കഴിയുമ്പോൾ മാറിക്കൊടുക്കും. അത് ആരെന്ന് വ്യക്തമാക്കിയിട്ടില്ല. IC ബാലകൃഷ്ണനെ ടേം വ്യവസ്ഥയിൽ കൊണ്ടുവരുമെന്ന് ആലോചന ഉണ്ടായിരുന്നുവെങ്കിലും
ഇപ്പോൾ അത്തരം ഒരു ആലോചന ഇല്ല എന്നാണ് നിയുക്ത മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. എപ്പോഴും ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന, മാധ്യമങ്ങളോട് എപ്പോഴും നന്നായി ഇടപെടാൻ കഴിയുന്ന, വിമർശനങ്ങൾ തന്നെ വിമർശിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് തുടക്കത്തിൽ നമുക്ക് വി ഡി സതീശനെ കാണാം. ആ സ്പിരിറ്റ് അദ്ദേഹം തുടരുമോ എന്ന് കണ്ടറിയണം. കറുത്ത കാർ സംബന്ധിച്ച കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.